ഏതാണ് ശരി ഏതാണ് കള്ളമെന്ന് ആദ്യം പോയി നോക്കൂ, എന്നിട്ട് സംസാരിക്കാം. അങ്ങനെയാണോ? എന്നാ നീയും വാ, നീ തന്നെ നേരിട്ട് കണ്ട് സ്വയം മനസ്സിലാക്ക്. നടക്ക് വാ. വിക്രം, സരോജ, നിങ്ങളും കൂടെ വന്നോ? എന്താ നോക്കി നിൽക്കുന്നേ? ആഭരണം എവിടെയെന്ന് കാണിക്കേ. അമ്മേ, ആഭരണങ്ങൾ എവിടെയാണ് വെച്ചത്? അത് അവിടെ തന്നെ ഉണ്ട്, നോക്കിക്കോളൂ. ആഭരണങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ സരോജ. നേരത്തെ ചെറിയമ്മയാ നോക്കിയത്. ചെറിയമ്മ നോക്കിയിട്ട് ആഭരണം ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞാനും ടെൻഷനിൽ ശരിക്കും ശ്രദ്ധിച്ചില്ല. അതുമാത്രമല്ല, അനന്യെ കാണാത്ത ടെൻഷനും അപ്പൊ മനസ്സിലുണ്ടായിരുന്നല്ലോ. നമ്മൾ ആരും ശരിക്കും ചെക്ക് ചെയ്തില്ല. നീ എന്തോ ടെൻഷനിലായതുകൊണ്ട് ശരിക്കും കണ്ടില്ല. രാജേശ്വരി നോക്കിയപ്പോഴും ഇവിടെ ഇല്ല, വിക്രം നോക്കിയപ്പോഴും ഇവിടെ ഇല്ല. പിന്നെ ഇത് ഇത്രയും പെട്ടെന്ന് എങ്ങനെ എത്തി? ഞാനും അപ്പോൾ നല്ല ടെൻഷനിലായിരുന്നു. അതുകൊണ്ടാണ് ഞാനും ശരിക്കും ശ്രദ്ധിക്കാതെ പോയത്. കണ്ടല്ലോ, നിങ്ങളുടെ വാക്ക് കേട്ട് ഞാനും സംശയിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ വരെ എത്തിയേനെ. ഒരു കാര്യമില്ലാതെയാ നിങ്ങളെല്ലാവരും അനന്യയെ സംശയിച്ചത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, അനന്യ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഒരു മോശം കുട്ടിയല്ലെന്ന്. എന്താ രാജി ഇത്? സ്വർണ്ണമൊക്കെ എങ്ങനെ തിരിച്ച് അവിടെ തന്നെ വന്നേ? അതാ എനിക്കും ഒന്നും മനസ്സിലാവാത്തത്. റൂമിലൊന്ന് നോക്കിയാലോ? വാ വാ. എടാ വിക്രം, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇത്രയും നേരം ഇവിടെ ഇല്ലാതിരുന്ന ആഭരണം പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തി? അമ്മേ, ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഇനിയെങ്കിലും എല്ലാവരും അനന്യെ വെറുതെ ഇങ്ങനെ സംശയിക്കുന്നത് അവസാനിപ്പിച്ചേക്ക്. അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ഇപ്പോഴാണെങ്കിൽ ആഭരണങ്ങളെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നു. അതവിടെ എങ്ങനെ എത്തി? അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ആഭരണങ്ങൾ എവിടെ? പാമ്പ്! 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 അവിടെ നോക്കണ്ട. നീ എന്താ ആലോചിക്കുന്ന മയൂരി?
അർജുനെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരാന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അർജുനെ സ്വന്തമാക്കുന്നത് അത്ര എളുപ്പമല്ല മയൂരി. അവൻ കുറച്ച് ഡിഫറന്റാ. അവന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാ, അറിയാമോ? അത് ശരിയാ. ചേച്ചി എങ്ങനെ ചേട്ടന്റെ ഇഷ്ടം പിടിച്ച് പറ്റിയതെന്നൊന്ന് പറയൂ. ഞാനും ആ ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല മയൂരി. അതെന്താ ചെറിയമ്മ അങ്ങനെ പറയുന്നേ? അതായത് എന്റെ ഭർത്താവിനെ പോലെ എല്ലാ കാര്യങ്ങളും അർജുൻ ഓപ്പണായി പറയാറില്ല. എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ അറിയാൻ കഴിയും. പക്ഷെ അർജുൻ ഒരു പിടിയും തരില്ല. അവൻ എന്തെങ്കിലും പറയുന്നത് അവന്റെ ഏട്ടനോട് മാത്രം. അങ്ങനെയാണെങ്കിൽ കരൺ ചേട്ടനോട് ചോദിച്ചാൽ എന്തെങ്കിലും ഐഡിയ കിട്ടും അല്ലേ? അതിനൊരു ചാൻസും ഇല്ല. ഏട്ടനും അനിയനും സംസാരിക്കുന്നതൊക്കെ വളരെ രഹസ്യമായിട്ടാ സൂക്ഷിക്കുന്നത്. അദ്ദേഹം നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് മയൂരി പ്രതീക്ഷിക്കുന്നത് മണ്ടത്തരം മാത്രം. അപ്പൊ എനിക്കിനി വേറെ വഴിയൊന്നും ഇല്ലല്ലേ? ഉണ്ട്. ആണോ? അതെന്താ ചെറിയമ്മേ? അത് എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ഒന്ന് പറയൂ. നിനക്ക് അർജുനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അർജുനെ വശത്താക്കുന്നതിന് മുന്നേ ഹേമയേട്ടെത്തിയും മുത്തശ്ശിയെ നീ വശത്താക്കണം. അവരെ കൊണ്ട് ഈ വീട്ടിലെ മരുമകളായി നിന്നെ അംഗീകരിപ്പിക്കണം. അത് കഴിഞ്ഞ് നീ ആഗ്രഹിക്കുന്നത് പോലെ അർജുനെ നിനക്ക് കല്യാണം കഴിക്കണം. ഗുഡ് ഐഡിയ. ഇതൊന്നും എന്റെ തലയിൽ വന്നില്ലല്ലോ. ചെറിയമ്മേ, അർജുനെ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. ഹേമാമ്മയും മുത്തശ്ശിയും ഞാൻ എങ്ങനെ കയ്യിലെടുക്കുന്നു നിങ്ങൾ കണ്ടോ? അവനെ ഈസി ആയിട്ട് കൈക്കലാക്കാന്നുള്ള ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട. ചേച്ചി, കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കുമെന്ന് വിചാരിക്കേ വേണ്ട. അർജുനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് സംഭവിച്ചാലും എനിക്ക് അർജുനെ കെട്ടണം, അത്രേ ഉള്ളൂ. വാ അനന്യ, കോഫി കൊടുക്ക്. അനന്യ, അർജുൻ വീട്ടിൽ വന്ന ഗസ്റ്റാണ്. കോഫി ഇങ്ങനെ താഴെ വെക്കാൻ പാടില്ല, അത് കയ്യിൽ കൊടുക്ക്. കോഫി എടുത്ത് അർജുന് കൊടുക്ക്. കുഴപ്പമില്ല ആന്റി, ഞാൻ എടുത്തോളാം. അത് വേണ്ട അർജുൻ. വീട്ടിൽ വന്ന ഗസ്റ്റിന് കോഫി ഇങ്ങനെ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല. നോക്കരണ്യ, അർജുനാണ് നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടത്. നിനക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവനാ നിന്നെ സഹായിച്ചത്. അർജുന് കോഫി കയ്യിൽ കൊടുക്കാതെ താഴെ വയ്ക്കുന്നത് മര്യാദയല്ല. നോക്ക്, കോഫി കയ്യിലെടുത്ത് കൊടുക്ക്. അതെ അനന്യ, അർജുന് കോഫി നിന്റെ കൈകൊണ്ട് തന്നെ കൊടുക്ക്. താങ്ക്സ് അനന്യ. വാവ്, സൂപ്പർ ആയിട്ടുണ്ട് ഈ കോഫി. ഞാൻ ഇതുപോലൊരു കോഫി കുടിച്ചിട്ട് ഒരുപാട് നാളാവുന്നു. വളരെ നന്നായിട്ടുണ്ട്. ഈ കോഫി കുടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കോഫി കുടിക്കാൻ ആഗ്രഹമുള്ളപ്പോഴൊക്കെ ഇവിടെ വരാൻ തോന്നുക. അർജുൻ, നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, അനന്യെ കാണാനില്ലെന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അനന്യെ തിരിച്ചു വന്ന കാര്യം ഞാനൊന്ന് അവരെ വിളിച്ച് പറഞ്ഞോട്ടെ. പാവം, അദ്ദേഹം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അർജുൻ കോഫി കുടിക്കും. ശരി സാർ. അനന്യ, നീ അർജുനോട് സംസാരിച്ചിരിക്കെ. നീ വേഗം തിരിച്ചു വന്നാൽ ഞാൻ ദേവിക്ക് നെയ്വിളക്ക് കത്തിക്കാന്ന് നേർച്ച നേർന്നിരുന്നു. ഞാൻ കത്തിച്ചിട്ട് വരാം.
എന്റെ അനന്യ, തന്റെ കൈകൊണ്ടുണ്ടാക്കിയ കോഫി എത്ര നന്നായിട്ടുണ്ടെന്ന് അറിയോ തനിക്ക്? അമൃത് പോലുണ്ട് ഇത്. അമൃത് കുടിച്ച പോലുണ്ടായിരുന്നു പറയായിരുന്നു. ഇതുപോലൊരു കോഫി ഞാൻ എന്റെ ലൈഫിൽ കുടിച്ചിട്ടേ ഇല്ല, സത്യമായിട്ടും. ദേ നോക്കൂ, എന്നെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിന് നിങ്ങളോട് നന്ദി കാണിക്കാന്ന് വിചാരിച്ചപ്പോ അതൊരു അവസരമായിട്ട് കാണരുത്. കോഫി കുടിച്ചിട്ട് വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. എന്താ, ഞാൻ ഇവിടുന്ന് പോണോന്നോ? നോ ചാൻസ്. എനിക്ക് തന്റെ അച്ഛനോട് സാറിന്റെ മകളെ എനിക്ക് ഇഷ്ടമാണ്, ഇവളെ കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിച്ചിട്ടേ പോവും. അദ്ദേഹം കല്യാണത്തിന് സമ്മതിക്കുന്നത് വരെ ഞാൻ ഈ വീട് വിട്ട് പുറത്തേക്ക് പോവില്ല എന്നും പറയും. സമരം നടത്തും ഞാൻ. ഞാൻ മര്യാദയ്ക്കാ പറയുന്നത്, പോവാൻ നോക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങാതെ നിങ്ങളുടെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ താൻ എന്ത് ചെയ്താലും ശരി, ഇനി തന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നാലും ഐ ഡോണ്ട് കെയർ, അതിന് ഞാൻ തയ്യാറാ. പക്ഷേ താൻ എന്നെ സ്നേഹിക്കുന്നു പറയണം. അല്ലെങ്കിൽ തന്റെ അച്ഛൻ തന്നെ എനിക്ക് കല്യാണം കഴിച്ചു തരുന്നെങ്കിലും പറഞ്ഞേ പറ്റൂ. നോക്കെന്റെ അനന്യ, എന്റെ ജന്മമേ തനിക്ക് വേണ്ടിയാ. ഞാൻ ജനിച്ചത് തനിക്ക് വേണ്ടിയാണെന്ന്. ഈ അർജുന്റെ സ്നേഹം എത്ര തീവ്രമാണെന്ന് താനൊന്ന് മനസ്സിലാക്കണം. വേണ്ട, എന്റെ ജീവിതത്തിൽ സ്നേഹവും കല്യാണവും ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എന്റെ പുറകെ വരുന്നത് അത്ര നല്ലതിനല്ല. മര്യാദയ്ക്ക് കോഫി കുടിച്ചിട്ട് എങ്ങനെ വന്നോ അതുപോലെ തിരികെ പൊയ്ക്കോളൂ. അതാണ് നിങ്ങൾക്ക് നല്ലത്, എനിക്ക് നല്ലത്. എന്താ രാജി, എന്താ പേടിച്ച പോലെ നിൽക്കുന്നേ? ഇവിടെ എവിടെയും പാമ്പുമില്ല, ഒന്നുമില്ല. എന്റെ കണ്ണി കാണാത്ത പാമ്പിനെ നിന്റെ കണ്ണിൽ മാത്രം എങ്ങനെ കാണും? അതോ പാമ്പിനെ കണ്ടതുപോലെ നിനക്ക് തോന്നിയതാണോ? ഏട്ടാ, ഞാൻ ശരിക്കും പാമ്പിനെ കണ്ടതാ. പാമ്പിനെ കണ്ടെന്ന് കള്ളം പറയാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഏട്ടൻ എന്തുകൊണ്ടാ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്ത? ഓക്കെ, ആദ്യം നീ ഒന്ന് സമാധാനിക്ക്. നോക്ക് രാജി, നീ സരോജത്തിന്റെ മുറിയിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ കൊണ്ടുവന്നത് സ്വപ്നമാണോ? അങ്ങനെ തന്നെയാ. ഞാൻ തന്നെ സരോജയുടെ റൂമിൽ പോയി പണവും ആഭരണവും എടുത്തോണ്ട് വന്ന് ആ ഡ്രോയിൽ വെച്ചത്. ഇപ്പോഴാണെങ്കിൽ ഈ ഡ്രോയിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ സരോജയുടെ റൂമിലുള്ള ആഭരണ ബോക്സിൽ എത്തിയിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ പാമ്പ് വന്നിരിക്കുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ആലോചിച്ച് തല പുകഞ്ഞിരിക്കുമ്പോ ഏട്ടൻ തമാശ പറഞ്ഞോണ്ടിരിക്കുക. വേറെ എന്താ ചെയ്യണ്ടേ? അവിടുന്ന് കൊണ്ടുവന്ന സ്വർണം തിരിച്ച് അവിടെ തന്നെ ചെല്ലാൻ എന്താ സാധ്യത? അതെ, എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കുന്നേ? സംഭവിച്ച എന്താണെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ അത് തന്നെ പറഞ്ഞ് ടെൻഷൻ എടുപ്പിക്കാതെ ദയവ് ചെയ്ത് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ശരി, എന്നാൽ എനിക്കൊരു സംശയം. നീ സരോജത്തിന്റെ മുറിയിൽ നിന്ന് സ്വർണം കൊണ്ടുവന്നത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അനന്യ വീട്ടിലേക്ക് വന്നതും ആ സ്വർണം സരോജത്തിന്റെ അലമാരിയിലേക്കും എത്തിച്ചേർന്നത് എങ്ങനെയാണെന്നാണ് എന്റെ സംശയം. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? കറങ്ങി കറങ്ങി വീണ്ടും അതേ ചോദ്യം തന്നെയാണല്ലോ ചോദിക്കുന്നത്. എന്റെ ഏട്ടാ, എനിക്കും അതാ മനസ്സിലാവാത്തത്. ഇനിയെങ്ങാണ് ആ പാമ്പ് എന്നെ കടിക്കുമെന്നുള്ള പേടി ഒരു വശത്ത്, വീണ്ടും വീണ്ടും ഇതേ ചോദ്യം തന്നെ ചോദിച്ച് എന്നെ ഭ്രാന്തിയാക്കുമെന്നുള്ള പേടി വേറൊരു വശത്ത്. ഛേ, എന്റെ സമയമേ ശരിയല്ല. അർജുനെ എന്തെങ്കിലും ചെയ്ത് ആദ്യം ഇവിടുന്ന് പറഞ്ഞയക്കണം. ഇയാൾ ഇനിയും ഇവിടെ ഇരുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മാത്രമല്ല, അച്ഛനോട് കല്യാണമെന്നോ അതോ ഇതോന്നൊക്കെ സംസാരിച്ചാൽ കൂടുതൽ പ്രശ്നമാവും. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ ഇവരുടെ മകളായി ഞാൻ പെട്ടിരിക്കുകയാണ്. ഇനി എങ്ങാനും കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, എനിക്കൊരു ബന്ധത്തിനും താല്പര്യമില്ല. അർജുനെ ഇവിടുന്ന് ഓടിക്കാൻ എന്താണ് ഒരു മാർഗം? അങ്ങനെ തന്നെ ചെയ്യാം. കോഫി കുടിച്ചു കഴിഞ്ഞോ? ആ സർ, കുടിച്ചു കഴിഞ്ഞു. എങ്കിൽ ശരി, വേഗം പൊയ്ക്കോ.
സാർ അത് എന്തത്? ആ, എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് സംസാരിക്കണുണ്ടെന്ന്? എന്റെ മകളെ നീ ഇവിടെ കൊണ്ടുവന്നാക്കിയതിന് നിനക്കെന്താ പൈസയോ മറ്റോ വേണോ? അയ്യോ, പൈസയൊന്നും വേണ്ട സാർ. അതെന്താന്ന് വെച്ചാ ഒന്നും വേണ്ടെങ്കിൽ പിന്നെ കൂടുതൽ എന്ത് സംസാരിക്കണ? താൻ പോവാൻ നോക്ക്. സാർ, ഞാൻ സാറിനോട് എന്റെ ജോലിക്കാര്യം പറയാനാ വന്നത്. അതിനെപ്പറ്റി എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കണം. ജോലിയോ? എന്ത് ജോലി? ഇവിടെ ജോലിയൊന്നുമില്ല. ഇനി മേലിൽ അതും ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. താൻ പോവാൻ നോക്ക്. സാർ, ഒരു സെക്കൻഡ് ഞാൻ പറയുന്നത് കേൾക്കണം. ഒരു പ്രാവശ്യം പറഞ്ഞാലെന്താ തനിക്ക് മനസ്സിലാവില്ലേ? പോകാൻ പറഞ്ഞാൽ പൊയ്ക്കോണം. സ്വാമി, എന്തു പറ്റി? ഞാനെന്താ വീണുപോയത്? ആ നാഗകന്യകയെ കഴിഞ്ഞ തവണ സംരക്ഷിച്ച ശക്തി തന്നെയാണ് ഇപ്പോഴും സംരക്ഷിച്ചത്. എന്റെ ശക്തിയെ നിർവീര്യമാക്കി ആ എതിർ ശക്തി എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശക്തിയുടെ വിജയം കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഞ്ചാഗ്നി തപസ് ചെയ്ത് നേടിയ വിശേഷ ശക്തിയുള്ള ആ മകുടിയും നശിച്ചു പോയിരിക്കുന്നു. നോക്കു രുദ്ര, ആ മകുടി ഇങ്ങനെ പൊടിഞ്ഞു ചാരമായിരിക്കുന്നത്. എന്താ സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ലോകത്ത് നിങ്ങളെക്കാൾ ശക്തിയുള്ള ആരുമില്ലെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എന്നാൽ ഇപ്പോഴാണെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തി ആ നാഗകന്യക്കാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ശക്തിയെയും തപസ്സിനെയും നീ വെറുതെ സംശയിക്കരുത് രുദ്ര. എന്നെ തടഞ്ഞത് ആ നാഗകന്യകയുടെ ശക്തിയല്ല, നാഗലോകത്തുള്ള നാഗവേരാണ്. എന്റെ ശക്തിക്ക് അടിമപ്പെട്ട് അവൾ എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ആ നാഗവേര് അവളെ സഹായിച്ചു. അതെ, അതുകൊണ്ടാണ് ആ നാഗകന്യക എന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. രുദ്ര, നാഗകന്യകയ്ക്ക് ആ നാഗവേര് എങ്ങനെ കിട്ടി? അവൾക്ക് ആ നാഗവേര് നൽകിയത് ആരാണെന്ന് കണ്ടുപിടിച്ച് അയാളെയും എനിക്ക് നശിപ്പിക്കണം. എന്നെ വിശ്വസിക്കൂ രുദ്ര. വിശ്വസിക്കാനോ? ഇത്രയും നാള് നിങ്ങളെ വിശ്വസിച്ചതിന് എനിക്ക് കിട്ടിയത് പരാജയം മാത്രമാണ്. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ശക്തി ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു സ്വാമി. നിങ്ങളെ കൊണ്ട് ആ നാഗകന്യക ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. കൊല്ലുന്നത് പോട്ടെ, നിങ്ങൾക്ക് അവളെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയാണെങ്കിൽ ആ നാഗകന്യകയുടെ കൈകൊണ്ടുള്ള എന്റെ മരണം സുനിശ്ചിതം. അതെ സ്വാമി, ഇനി നിങ്ങളുടെ ശക്തി ഒന്ന് ആ നാഗകന്യക എടുത്ത് വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് മനസ്സിലായി. രുദ്ര, എന്റെ ശക്തിയിലുള്ള വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടു അല്ലേ? എന്റെ ശക്തി എന്താണെന്ന് നിനക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ജയ് മഹാകാല! എന്റെ ശക്തിയെ നീ അവിശ്വസിക്കുന്ന രുദ്ര.
ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ ശക്തി എന്താണെന്ന്? ഞാൻ മോചനം തരുന്നത് വരെ നീ ഇങ്ങനെ ശിലയായി തന്നെ നിൽക്കും. ജയ് മഹാകാല. മയൂരി, നിനക്ക് അർജുനെ ഒരുപാട് ഇഷ്ടമാണോ? അതെ അമ്മേ, അർജുനെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അവനും ആദ്യമൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ കുറച്ചു നാളായിട്ട് അവൻ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നുന്നു. അവൻ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് വല്ലാതെ വേദനിക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ പാവം പെണ്ണ്, ഇതിനൊക്കെ ആരെങ്കിലും മനസ്സ് വിഷമിപ്പിക്കുവോ? നീയാണെങ്കി ഒരു 3 മാസം ഇവിടെ ഇല്ലായിരുന്നല്ലോ. ആ ഒരു ദേഷ്യം കൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നേ. അമ്മ പറയുന്ന സത്യമാണോ അമ്മേ? അതെ മയൂരി, ഒരു 2 ദിവസം കഴിയട്ടെ, നോക്കിക്കോ. അവൻ എന്തായാലും നിന്റെ പിറകെ തന്നെ വരും. നേരത്തെ അവന് നിന്നെ നല്ല പരിചയം ഉണ്ടെങ്കിലും ഇതേ സംഭവിക്കൂ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമ്മേ, അമ്മ പറഞ്ഞതുപോലെ അർജുൻ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അത് മതി. അവൻ എന്നോട് പഴയതുപോലെ പെരുമാറാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അതിന് എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്താ അമ്മേ അത്? നിനക്ക് അർജുന്റെ മനസ്സിൽ കയറി ഇടം പിടിക്കുന്നതിന് എന്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട്. അതെന്താന്നൊന്ന് പറയാമേ. അത് എളുപ്പമുള്ളതായാലും പാടുള്ളതായാലും എന്തായാലും ഞാൻ ചെയ്തോളാം. ഒന്ന് പറയാമേ പ്ലീസ്. ഏയ് മയൂരി, ഇത്ര എക്സൈറ്റ് ആവാതെ. ഞാൻ പറയുന്നത് അല്പം ക്ഷമയോടെ കേൾക്കണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അർജുന് നിന്നോട് ദേഷ്യമില്ല, ഒരു ചെറിയ അകൽച്ച മാത്രമേ ഉള്ളൂ. ആ അകൽച്ച ഇപ്പൊ ഇല്ലാതാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എനിക്കൊരു ഡൗട്ടുണ്ട്, അവനിനി വേറെ വല്ല പെണ്ണുങ്ങളെ നോക്കുന്നുണ്ടോ? എന്റെ മകൻ തങ്കവാ, അവൻ അങ്ങനെ കാണുന്ന പെൺകുട്ടികളുടെ പിറകെയൊന്നും പോവില്ല. അത്രയ്ക്ക് നല്ലവനാ. നീ അർജുനെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? ഒരു പ്രാവശ്യം അവൻ ഏതെങ്കിലും പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ നേരിട്ട് അവളെയും കൂട്ടി എന്റെ മുന്നിൽ വന്നിട്ട് അമ്മ എനിക്ക് ഈ പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയും. അങ്ങനെയാ എന്റെ മകൻ. മയൂരി, എന്റെ മകന്റെ മനസ്സിൽ വന്ന ആദ്യത്തെയും അവസാനത്തെയും പെണ്ണ് അത് രണ്ടും നീ തന്നെ ആയിരിക്കണോന്ന് ആഗ്രഹമില്ലേ? എന്റെ ആഗ്രഹവും അത് തന്നെയാ. എന്നാൽ അവന്റെ മനസ്സ് കീഴടക്കേണ്ട ജോലി നിന്റെയാ, മനസ്സിലായോ? എന്തൊക്കെ ആഗ്രഹിച്ച ഇങ്ങോട്ട് പോകുന്നത്. അനന്യയുടെ അച്ഛനോട് ജോലിയുടെ കാര്യം സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ അവളോടൊന്ന് നേരെ ചൊവ്വേ സംസാരിക്കാനും കഴിഞ്ഞില്ല. അവളുടെ അച്ഛന്റെ മുന്നിൽ നല്ല കുട്ടി ചമഞ്ഞ് അനന്യയെ കല്യാണം കഴിക്കുന്ന ഞാൻ വിചാരിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ വഴക്ക് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് വിചാരിച്ചില്ല. ഇനി അങ്ങനെ എന്നെ ജോലിക്കെടുക്കുന്നുള്ള കാര്യം ഡൗട്ട് തന്നെയാ. അതെ, ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അർജുൻ, അർജുൻ. വീണ്ടും എന്തിനാ ഇയാള് വിളിക്കുന്നത്? ഇനി മേലാൽ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറയാനായിരിക്കും. ഇനി അതോ വഴക്ക് പറഞ്ഞത് മതിയാവാഞ്ഞിട്ട് അടിക്കാൻ വിളിക്കുന്നതാണോ? എന്റെ കൈയും കാലൊക്കെ ഒടിക്കുമെന്നാ തോന്നുന്നത്. എന്തു പറ്റി ഇത്ര വേഗം അങ്ങ് പോകുന്നത്? വാ, അകത്തേക്ക് വാ.